വ്ലോഗർമാരുടെ നിയമലംഘന വീഡിയോകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂട്യൂബ് മോഡറേഷൻ ടീമിന് കത്തെഴുതി ഗതാഗത കമ്മീഷണർ. വീഡിയോകൾ യുവാക്കളെ സ്വാധീനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയത്. നിയമലംഘന വീഡിയോകളെക്കുറിച്ച് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ സെക്രട്ടറിയെ അറിയിച്ചു. വിവരങ്ങളുമായി ഷബ്ന സിയാദാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷബ്ന, എന്താണ് കത്തിന്റെ ഉള്ളടക്കം? നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിന് വ്ളോഗർമാരുടെയും യൂട്യൂബർമാരുടെയും നിയമലംഘന വീഡിയോകൾ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് യൂട്യൂബ് മോഡറേഷൻ ടീമിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കത്തെഴുതിയതായിട്ടാണ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത നിയമലംഘന വീഡിയോകളടക്കം മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനാണ് ഇക്കാര്യം കോടതിയെ ഇന്ന് അറിയിച്ചത്. ഈ യൂട്യൂബർമാർ നടത്തുന്ന ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെയുള്ള ഹർജികളാണ് കോടതി പരിഗണിച്ചത്. പ്രത്യേകിച്ചും ആലപ്പുഴയിലെ സഞ്ജു ടെക്കി അടക്കമുള്ളവരുടെ വാഹനങ്ങൾ രൂപമാറ്റം വരുത്തി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയും ഈ വിഷയം കോടതി പരിഗണിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ഇതിൽ കർശന നടപടിയെടുക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. അതുപോലെ ഇത്തരത്തിൽ വ്ളോഗർമാർ ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളടക്കം ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഓട്ടോഷോ അടക്കമുള്ള പ്രവൃത്തികൾ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നു. ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകരുത് എന്ന കർശന നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഓൺലൈനിൽ ലഭ്യമാകുന്ന ഇത്തരത്തിലുള്ള നിയമലംഘന വീഡിയോകൾ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കാൻ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നതായിരുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ കത്തിന്റെ തന്നെ ഉള്ളടക്കം. ഈ കത്ത് ഇപ്പോൾ ഏതായാലും യൂട്യൂബിന് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോകളെല്ലാം യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഈ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ സെക്രട്ടറിയെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വ്ളോഗർമാരുടെ നിയമലംഘന വീഡിയോകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട യൂട്യൂബ് മോഡറേഷൻ ടീമിന് കത്തെഴുതി ഗതാഗത കമ്മീഷണർ. വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ഷബ്നയായിരുന്നു.